ജീവിക്കുന്ന ഒരു സങ്കല്പം പൂർവ്വകാലത്തുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പറഞ്ഞുപോയി. ഇപ്പോൾ പണപ്പായസം എന്ന് പറഞ്ഞ് നമ്മൾ റെസിപ്പിക്കാക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നല്ലതാണ്. പണ്ടുകാലത്ത് നമ്മൾ നേരിട്ട് പോയി പായസം വെച്ച് മേടിച്ച് വരുന്ന സമ്പ്രദായമായിരുന്നു. അത് വായിലാവുന്ന കല്യാണങ്ങളൊക്കെ ഫോട്ടോയിട്ടാണ് തുടങ്ങിയ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളെല്ലാം ഈ ഒരു സമ്പ്രദായം പൂർവ്വകാലത്ത് നിലനിന്നിരുന്നു. ക്ഷേത്രങ്ങൾ അവരുടെ ആളുകളെ വെച്ച് അപ്പൊ ഇത് വീണ്ടും നമ്മളെ ആദേശിക്കുന്നു. അത് കൂടുതൽ കൂടുതൽ ക്ഷേത്രങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. നമ്മളുടെ ആത്മസമർപ്പണമായിട്ടാണ് പൊങ്കാലയെ കണക്കാക്കുന്നത്. പൊങ്കാല എന്ന് വെച്ചാൽ അതിലെ നമ്മളൊരു യാഗശാലയിലാണ് കണക്കാക്കുന്നത്. നമ്മളൊരു ഹോമം കഴിക്കുന്ന പ്രകാരമാണോ അതുപോലെയാണ് നമ്മൾ ഹോമകുണ്ടം ആകുന്ന അടുപ്പാകുന്ന ഹോമകുണ്ടത്തിൽ ആ നിവേദ്യത്തെ വെച്ച് ആ നിവേദ്യത്തിൻ്റെ ആത്മരസത്തെ നമ്മൾ ഭഗവാനിൽ സമർപ്പിക്കുന്നു. അതോടുകൂടി നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ ആ നെയ്യ് ഭഗവാന്റെ എപ്രകാരമാണോ അഭിഷേകം ചെയ്ത് നമ്മളുടെ ആത്മസ്വരൂപത്തെ ആ ഭഗവത് ലഭിക്കുന്നത്. അതുപോലെ നമ്മളുടെ ആ ജീവജീവിതത്തെ ആ പരമാത്മ ജീവിതമായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് പൊങ്കാല സമർപ്പണം. അത് കൂടുതലും സ്ത്രീകൾക്കാണ് മായിട്ടുള്ള ആ ദേവി മാതൃഭാഗത്തുള്ള മാതൃഭാഗത്തുള്ള സ്ത്രീകൾ പൊങ്കാല വെച്ചിട്ട് കൂട്ടുന്ന ഒരു ശ്രമമാണ് പൊങ്കാല സമർപ്പണം. ഇത് എല്ലാ വർഷവും എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും അത്രയും ശ്രമം എല്ലാ വർഷവും ചെയ്യപ്പെടേണ്ടതാണ്. ഇത്ര ആളുകളല്ല ഒരു പൊങ്കാല മഹോത്സവം എന്ന് വെച്ചാൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും അത് പങ്കെടുത്തുകൊണ്ട് ഒരു ഗ്രാമത്തിൻ്റെ ഉത്സവമായി തന്നെ നടത്താനായിട്ട് നമുക്കറിയാം. ആറ്റുകാല് ചക്കുളത്തുകാവ് ഇത്യാദി സ്ഥലങ്ങളിലെല്ലാം വളരെ ഭംഗിയായി ഒരുപാട് ആളുകൾ പങ്കെടുത്തുകൊണ്ട് നടത്തുന്നുണ്ട്. അതുപോലെ നമ്മൾക്കും ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും പങ്കെടുത്തുകൊണ്ട് ഈ പ്രദേശം മുഴുവൻ പൊങ്കാല കത്തുകൾ നടത്താനായിട്ട് ഭാവിയിൽ എത്തേണ്ടതാണ്. കൂടാതെ ഈ പൊങ്കാല പൊങ്കാല വെച്ച് പായസമായി കഴിഞ്ഞാൽ നമ്മൾ ആ പായസത്തെ ഭഗവതിക്ക് സമർപ്പിച്ചതിൻ്റെ അതുകൊണ്ട് പൊങ്കാല വെച്ച് പറയുന്നത്. ആ സമയത്ത് ആ പായസത്തെ നെല്ലുകൊണ്ട് ഉപയോഗിച്ച് ആ ഭഗവതിക്ക് ആ പൊങ്കാലയെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രസാദമായി മാറി. അത് നിങ്ങൾ വീട്ടിലോ അടുത്തുള്ള വീടുകളിലോ പ്രസാദമായിട്ട് ആ നിവേദ്യത്തെ എല്ലാവർക്കും സമർപ്പിക്കുക. ഒരു പ്രാവശ്യത്തിൽ പൊങ്കാല വെച്ച് കഴിഞ്ഞാൽ